അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സംഭവം ഫാമിലി റൈഡാണ്. അപ്പം ഇതിൻ്റെ മാമനാണ്, ഇതിൻ്റെ തമിഴ്നാട്ടിലുള്ള മാമനാണ്, പിന്നെ അത്ത, പിന്നെ ഇത് ഗോപി. ഇപ്പോൾ ഇതൊക്കെ പുതിയ ആൾക്കാരാണ് പരിചയപ്പെടുത്തിയത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ടൂർ പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം തിരുച്ചെന്തൂരാണ്. മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 19 മെയ് 2024. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തിരുനെൽവേലിയാണ്. അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ തിരുച്ചെന്തൂർ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 കാറാണ് പോകുന്നത്. ഒന്ന് വന്നിട്ട് ബലീനോ കാറിലാണ്, പിന്നെ നമ്മളെ മാരി സെന്നാണ്. അപ്പോൾ അത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല. ഇറങ്ങിയിട്ടുണ്ട്. ബാഗെല്ലാം പാക്ക് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. എന്ത് ടെൻഷൻ അടിക്കും. ശരി, ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. അമോൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം. ബാ ബാ ബാ. ഞാൻ മാത്രമേ പറയാനുള്ളൂ, പറയണ്ട. ഞാൻ ചൊല്ല കിടലും വൈബിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പോകുന്ന വഴിക്ക് പറയാം. എന്ത് ചെറിയ ടെൻഷനാണ്, എന്ത് സംഭവം തന്നൂടാ. കാരണം ഞാൻ തയ്യാറല്ല. കാരണം രാവിലത്തെ നല്ല ഛർദ്ദിലും തലവേദന ഉണ്ടായിരുന്നു. അത് കാരണം ടയർഡ് ആവപ്പാടെ. സത്യം പറഞ്ഞാൽ ട്രിപ്പ് പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു. അതായത് മാമ നാട്ടിൽ പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. നമ്മൾ പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ മാമൻ പറഞ്ഞ് കൂടെ വാ, എന്തായാലും നമ്മളെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഉടനെ ഇറങ്ങിയാണ്. സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ് ഇല്ല, എല്ലാം പെൻഡിങ് കിടക്കണം കാര്യങ്ങളൊക്കെ. ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും തീരാം അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇപ്പൊ 2 കാറിൽ പോകുന്നു. അപ്പൊ ഒരു കാറിൽ ആരൊക്കെ പോകണം? ഒരു കാലം അപ്പൊ 2 കാറിലായിട്ട് 2 ഫാമിലി പോകുന്നുണ്ട്. ചിലപ്പോൾ മിക്സ് ചെയ്ത് പോകും, ചിലപ്പോൾ അവരൊരു ഫാമിലി അവരുടെ കാറിൽ പോകും. നീ ചൊല്ലേ. நீங்க சொல்லுங்க, சொல்லிட்டு வாங்க அப்படியே. லைஃப் அடிச்சு படிக்கணும் गाइस. சூப்பர், லைஃப் அடிச்சு படிக்கணும் गाइस. லாஸ்ட் வாணி. லைஃப் அடிச்சு படிக்கணும். இப்ப லைஃப் அடிச்சு படிக்கணும் गाइस. Come on guys, கட்ட கடிக்கணும் போறோம். ഓക്കെ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, മറന്നൊന്നുമില്ല. സംഭവം നമ്മൾ എപ്പോഴും വീട്ടിൽ ഇറങ്ങുന്ന നേരത്തെ ഫുൾ ചെക്ക് ചെയ്തേക്കണം. ലൈറ്റ് ഫാൻ എല്ലാം ഓഫ് ആണെന്നുള്ളത്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ മാത്രമേ ഇനി ലൈറ്റ് ഫാനുള്ളൂ. ഇതും കൂടെ ഓഫ് ചെയ്ത് നമുക്ക് നേരെ പോകാം. ഓക്കെ, ഇപ്പോൾ കാറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മളവരുടെ അവിടെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരൊക്കെ കാറ് കയറിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് പോവാം. അത് ഫ്രണ്ടിൽ പോയിട്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാം. ഞങ്ങൾക്ക് മുന്നാടി പറഞ്ഞാ அப்படி கோவில் போய்ட்டு வீட்டுக்கு போயிடும். எங்கள் வீட்டுக்கு ஏமாத்திட்டேன்ல. பேக் இருக்கா? அது வேற வரல. சரிங்களா? சரி, ஓகே, நீங்கள் போட்டா பண்ணல. ഞാൻ പോട്ടാ. ഓക്കെ, ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പോന്നാ. സൂപ്പർ. പാ, എത്ര ദിവസമായില്ലേ ട്രിപ്പ് പോയിട്ട്. അതുപോലെ ഫാമിലി ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അല്ലേ ഭയങ്കര പാട് തന്നെ. എന്ത് ചെയ്യുക, എന്തൊക്കെ എവിടെയൊക്കെ പോയാലും അല്ലേ നമ്മളെ കാറിൽ പോകണം ഫീൽ സുഖമാണ് അല്ലേ. ഓക്കെ, ഇപ്പോൾ കാറിൽ കയറാൻ പോവുകയാണ് നമ്മളെ കാറിലോട്ട്. കമോൺ. കയറില്ല, സ്റ്റാർട്ടാവണല്ലേ. ഇപ്പോൾ കുറച്ച് ഫ്രണ്ടിൽ ഇപ്പോൾ കയറിക്കോട്ടാ. ഓ, ഇത്രയും കയറ്റി ഇടണോ? ഓ, കാല് കയറി ഇറങ്ങിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാതെ പോകാൻ പറ്റുമോ? ആദ്യം കയറിക്കോട്ട്, നമുക്ക് മടിയില്ല. ഓക്കെ, നമ്മൾ കാറി കയറിയിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് പോയിട്ട്. അപ്പോൾ ആദ്യം പോകുന്നത് തിരുനെൽവേലിയാണ്. അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് അടുത്ത ദിവസം നേരത്തെ പറഞ്ഞ തിരുച്ചെന്തൂർ പോവുകയാണ്. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം ട്രിപ്പായിരിക്കും. അപ്പോൾ എന്തായാലും മാമൻ്റെ വീട്ടിൽ പോയി കുറേ ദിവസമായി. അപ്പോൾ മാമൻ്റെ വീട്ടിൽ പോകണം ഐഡിയ ഉണ്ടായിരുന്നു. അതേസമയത്ത് കോവിലിൽ പോകണം. പിന്നെ ഒരു കാര്യം കൂടി, തിരുച്ചെന്തൂർ ആൾറെഡി കുറേ കാണിച്ച സ്ഥലമാണ്. പിന്നെ നമ്മളെന്തായാലും കോവിലിൽ പോവില്ലേ, എന്തായാലും കാണിച്ചേക്കാം അല്ലേ. അപ്പോൾ മാക്സിമം ബോറടിക്കാതെ ചെയ്യാം. ഇപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യം പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് പോകാം. ഓക്കെ. ഓക്കെ, നമുക്ക് എയർ അടിച്ചിട്ട് പോകാം. ഫസ്റ്റ് വണ്ടി എയർ കുറവാണ്. എയർ അടിക്കണം കാറിൽ. കഴിഞ്ഞാ? അയ്യോ, കഴിഞ്ഞ ടൈം കഴിഞ്ഞാ? അടിക്കായിരുന്നല്ലേ, ലാസ്റ്റ് വണ്ടിയിലുള്ളൂ. അടിച്ചിട്ട് പോകായിരുന്നു. ശരി,
ശരി അവരുടെ ടൈം അല്ലേ, അവർ നോക്കണ്ടേ, അവർ ജോലി കഴിഞ്ഞ് അവർ വീട്ടിൽ പോകാൻ നിൽക്കണം. ശരി വേറെ നോക്കാം, പോകുന്നത് അടിക്കാം. ഇപ്പോൾ എയർ ചെക്ക് ചെയ്യാണ്ട് പെട്രോൾ അടിക്കണം, 2 കാര്യമുണ്ട്. 2 കാര്യം ചെയ്തിട്ട് നേരെ പോകാം. ഓക്കെ പമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കൊഞ്ചം അടിക്കണം, മറ്റേത് അങ്ങ് പോയി അടിக்கலாம். எங்கே போய் நம்ம தமிழ்நாடு போய் இங்கே ரேட்டு கம்மியாக இருக்குண்ணா. 1000 ரூபாய்க்கு போட்டுமா? 1000 ரூபா. இங்கே தமிழ்நாடு 3 கேஸ் இருக்குது. அப்படியா? அப்போ 500 போட்டுமா? 500 போகுது. ஓகே, அப்போ இதுக்கு 500, அதுக்கு 500. ഇത് 500, അത് 500. അപ്പോൾ ഇത് നമ്മളെ ചാനൽ നോക്കുന്ന, നമ്മളെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബറാണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അരുൺ അനന്തു അല്ലേ? അപ്പോൾ അനന്തു കൈ കൊടു. താങ്ക് യു. പാർട്ട് ടൈം ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്യാൻ? പാർട്ട് ടൈം. വൈകിട്ട് മാത്രം അല്ലേ? വേറെ ഇരിക്കാൻ പറ്റും ഇവിടെ? സെറ്റായില്ലെന്ന്. ഓക്കെ അടുത്ത് കഴിഞ്ഞില്ല ഇത്രയല്ലോ. അപ്പോൾ ഓക്കെ പോട്ടാ. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. ശരി പോലാം. ഇവനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു കേട്ടോ. ഇവൻ്റെ പേര് ഗോകുലാണ്, അവൻ ഗോപി, മൂത്തവൻ ഇളയവൻ. +2 പഠിക്കുകയാണ്, കമ്പ്യൂട്ടർ സയൻസ്. പുള്ളിക്കാരൻ 3 അല്ലേ? 3rd തന്നെ, 3rd സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. എവിടെ ഓ കാടുന്ന സത്യം പറയല്ലോ, ഒട്ടും വയ്യ ഒടുക്കത്തെ ക്ഷീണമാണ്. രാവിലെ ഭയങ്കര തലവേദനയാണ്, ഛർദ്ദലും ഉണ്ടായിരുന്നു. ആഹാരം ഒന്നും കഴിച്ചില്ല, വെറും വയറാണ്. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കഴിച്ചു, അത് മീൻകറി വെച്ച്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ആരോഗ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പെട്രോൾ പമ്പിൽ പുള്ളിക്കാരൻ പറഞ്ഞ് എൻ്റെ കൈ വിറയ്ക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോഴേ മനസ്സിലായി എനിക്ക് തോന്നുന്ന കാര്യം, കൈ വിറയ്ക്കണമെന്ന് പറഞ്ഞു. ആ പയ്യൻ കുഴപ്പമില്ല. ആരെ വൃത്തി കണ്ണു വിട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാതായിരിക്കുകയാണ് ചുമ്മാ. ഓക്കെ പോലെ. ഓക്കെ നമ്മളങ്ങനെ വെള്ളാണി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കോവിൽ എന്തോ ഒരു ഉത്സവം, എന്താണ് സംഭവം? കാവടിയാണോ? നോക്കട്ടെ. കാവടിയില്ലേ? സംഭവം അടിപൊളിയല്ലേ? നല്ലൊരു ഉത്സവ വൈബോടെ ട്രാവൽ ചെയ്യാൻ നമ്മളിപ്പം. ആദ്യം കുറച്ചൊരു മൂഡ് ഓഫ് ആയിരുന്നു, ഇപ്പം കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പം ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. നിങ്ങളൊന്നും പറയാനില്ലേ? അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതേ അറിയുള്ളൂ ആ പടം അല്ലേ? ഹായ് பாய். நாங்கள் ரைட்டு போகிறோம், நீங்கள் லெஃப்ட்டு போங்க. எப்படி போயிடுவோம் வீட்டாண்டுக்கு. ஆமாம் அந்த കാറ് താങ്ക, இந்த കാറ് നിങ്ങൾ വെച്ചു. ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കാറിൽ പോകാം. അവർ ഈ കാറിൽ പോട്ടെ അല്ലേ? വേണ്ട, നമുക്കാണ് ഈ കാറല്ലേ, നമ്മളെ ചെല്ലമാണ് ഈ കാർ, വിടാൻ പാടില്ല. ആ കാറിൽ എന്തൊക്കെ AC എന്തൊക്കെ ഹൈടെക് ഉണ്ടെങ്കിലും നമ്മളെ കാറിൽ പോകണ സുഖം വേറെയാണ് അല്ലേ പറ. ഇപ്പോൾ ലോകത്ത് എത്ര വില കൂടി കാർ കിട്ടിയാലും ഈ കാറിൻ്റെ ആ ഒരു സംഭവം ആ കാറിൽ വരില്ല. കാരണം ആ സെൻറ്റിമെൻ്റാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ടൊരു ഭക്തിഗാനം കേൾക്കാം അല്ലേ? ഗണപതി പാട്ട്. അയ്യോ എവിടെ പോയില്ലേ, പഴമാടി ഗണപതി തേങ്ങ അടിച്ചില്ല. അപ്പോൾ ശരി കുഴപ്പമില്ല, ഇതൊക്കെ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒന്നും തേങ്ങ അടിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, എന്നാലും നമ്മൾ മനസ്സിൽ ഗണപതിയെ പ്രവർത്തിക്കാം അല്ലേ? അടിയായിട്ടുണ്ടല്ലോ ഫ്രണ്ടില്, കാറും ബൈക്ക് ഇടിച്ചേട്ടാ. പിടിക്കാതിരിക്കില്ല, ഇടിച്ചു വേണ്ടാ സംഭവം. ഒരു കാറ് ബൈക്ക് കൂട്ടി ഇടിച്ചായിരുന്നു. അപ്പോൾ ബൈക്കുകാരൻ കിടന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ കാറുകാരൻ എന്ത് ബഹളം ഉണ്ടായിട്ടുണ്ട്, മാറി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും.
പോകാൻ നേരത്ത് ബൈക്കുകാരനെ കാറുകാരൻ ഒറ്റ ഇടിച്ച് പോയി കളഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. കയറുമ്പോൾ പിടിക്കും അവിടെ വെച്ച്. TN75 എവിടെയാണപ്പാ? നാർത്തണ്ട. ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ. അപ്പോൾ കാറുകാരനും ബൈക്കുകാരനും ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ. അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ച് പോകണം. ഇതുപോലെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ മാക്സിമം പതുക്കെയാണ് പോകേണ്ടത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ വണ്ടികളൊക്കെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടും. നമ്മൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ വിട്ട് വേണം പയ്യെ പോകേണ്ടത്. ശരി, ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ട്രാവലിംഗ്. ഓക്കെ, നമ്മളതിനെ കളിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾറെഡി ഇവിടെ കുറേ കാണിച്ച സ്ഥലമാണ്. ഒന്നുകൂടെ കാണിക്കുകയാണ്. വേറെ വഴിയില്ല. നമ്മൾ പോകുന്ന സ്ഥലം കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, വെൽക്കം ടു തമിഴ്നാട്. ഓക്കെ, നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരം സ്ഥലത്ത് നിൽക്കുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വെച്ച് നല്ല പോലെ ഒരു 2000 പെട്രോൾ അടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ പെട്രോൾ റേറ്റ് കുറവാണ്. അവിടത്തേക്കാൾ ഒരു 3 രൂപ കുറവാണ് 1 ലിറ്ററിന്. 7 രൂപ കുറവാ. സൂപ്പർ സൂപ്പർ. കണ്ടോ, 7 രൂപ കുറവാണ്. നമ്മൾ കേരളത്തിൽ 109 സംതിങ് വരും. 102 ആണല്ലേ? ഓക്കെ, 102 രൂപ. അപ്പോൾ ഇവിടുത്തെ പെട്രോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 102 രൂപയാണ് കറക്റ്റായിട്ട് 1 ലിറ്ററിന്. നമ്മൾ കൊള്ളാം, ലാഭമാണല്ലോ ഇവിടെ അടിക്കുന്നത്. നിങ്ങൾ മലയാളിയാ? അപ്പോൾ കൊള്ളാമല്ലോ, പറയാം അറിയാം. അറിഞ്ഞൂടാ. അപ്പം തമിഴാണ് മലയാളം? എനിക്ക് തമിഴ് തന്നെ, നമ്മളെ പോലെ തന്നെ KLT തന്നെ. ഓക്കെ, പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ പെട്രോൾ അടിച്ചു. താങ്ക് യു. ஓகே, நம்ம சேனல் பேர் வந்து KLTN vlog. யூடியூப்பில் வரும் பாருங்க. KLTN vlog. KLTN போட்டால் போதும். KLTN கேரளா தமிழ்நாடு, அதான் ஃபுல் ஃபார்ம். ஃபோட்டோ வரும், அதில் வீடியோ வரும். ஓகே, அப்போ பாய். இன்னைக்கு வராது, இந்த வீடியோ வந்து இந்த வாரம் வரும், புதன்கிழமைக்கு மேலே வரும். ஓகே, பாய், see you. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ തമിഴ്നാട് വന്നിട്ട്. അപ്പോൾ അമ്മ വന്നിട്ട് ആക്കാറി പോയിരിക്കുകയാണ് രാജമാമർ കാറിൽ. ഞാൻ പരിചയപ്പെടാൻ കിട്ടുമോ അല്ലേ? അതായത് എൻ്റെ മാമനും മാമിയും നാട്ടിൽ വന്നിരിക്കുകയാണ് ട്രിവാൻഡ്രത്തിലോട്ട്. മാമൻ്റെ പേര് രാജയാണ്, മഹാരാജൻ. മാമിയുടെ പേര് വന്നിട്ട് ലക്ഷ്മിയാണ്. അപ്പോൾ ഇവരൊക്കെ ഫാമിലിയായിട്ട് നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കും തോന്നുന്നു. നോക്കാം അല്ലേ, ട്രൈ ചെയ്യാം. മാക്സിമം അടിപൊളിയായിട്ട് വ്ളോഗ് തരാം നല്ല പോലെ. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കാണിച്ച സ്ഥലമായിപ്പോൾ അല്ലേ തിരുച്ചെന്തൂർ. നമ്മൾ എവിടെയെങ്കിലും പോകണ്ടേ ഫാമിലിയായിട്ട്? അവിടെ പോകാൻ ഇല്ലേ, ലോങ് പോകാൻ അത്രയ്ക്കുള്ള ബഡ്ജറ്റ് നമ്മളില്ല. അപ്പോൾ ഉള്ള ബഡ്ജറ്റിൽ ഇവിടേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അമ്മയ്ക്ക് തിരുച്ചെന്തൂർ കോവിൽ പോകണം ഭയങ്കര ആഗ്രഹം, മുരുകനെ കാണണം എന്നുള്ളത്. അതുകൊണ്ട് മുരുകനെ കണ്ടിട്ട് അവിടെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് ഒന്ന് വരാം അല്ലേ. ഉറങ്ങിയോ ഷൂട്ടിങ്? എല്ലാം ഉറക്കമല്ലേ? ശരി, ഉറങ്ങണം. ഓക്കെ, അപ്പം അമ്മ മാത്രം ആ കാറിൽ കയറിയിട്ടുണ്ട്. കാരണം അവർക്ക് കമ്പനിക്ക് ആൾ വേണം അല്ലേ. നമ്മളെ വിട്ടിട്ട് പോവേല്ലേ ഒറ്റയ്ക്ക്? നമ്മളെ വിട്ടിട്ട് പോവേണം അമ്മ. കൊള്ളാം, തമ്പി വർത്തപ്പെടുവോ? നമ്മുടെ അനിയെ വിഷമിക്കില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി കമ്പനിക്ക് വേണ്ടി അമ്മ വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞത് വലിയ കാറാണെങ്കിൽ ഒന്നിച്ച് പോയതല്ലേ. ഇത് ആപ്പ എത്ര സീറ്റ് ഉണ്ട്? 5 സീറ്റ് അല്ലേ? റൈഡ് എപ്പടി இருக்கு? சூப்பரா இருக்கா? நல்லா இருக்குல. கிளைமேட் எப்படி? ஓகேல. ட்ரிவாண்ட்ரம் கிளைமேட். அங்க எப்படி கிளைமேட் நம்ம ஊர்ல? மழை ஒண்ணும் இல்ல. வெயிலா? பேக்ல யாரோ சொல்லுங்க எனிதிங். என்ன சொல்ல? எதையாச்சும் சொல்லியா? ஃபேமிலி ரைட் எப்படி? நல்லா வைபா இருக்கா? சூப்பரா இருக்கு. எக்ஸ்பெக்ட் பண்ற மாதிரி இருக்கு. நல்லா இருக்கு ரைடு. ரொம்ப நாள் ஆசைப்பட்டது அது இன்னைக்கு தான் நடக்கு. இந்த மாதிரி அடிக்கடி நம்ம ட்ரிப் போயாகணும் கண்டிப்பா. இந்த ஒரு ட்ரிப்போட முடிய கூடாது. കണ്ടിപ്പാ. ശരി, എല്ലാവരും പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകും തോറും നല്ല ഫോം ആയിക്കോളൂ എല്ലാവരും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഫോം അല്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ ഒട്ടും. നല്ല വിശപ്പോട്ടാ, കൈ വറക്കണം. சாப்பிட வேற என்ன ஸ்நாக்ஸ் இருக்கா? பிஸ்கட் டீ குடிப்போமா? சரி சரி, ஓகே போமா. ஓகே போண்ணா, கமோன் காய்ஸ், கட்டக்க நிற்கணும். பா கமோன் GOATக்கு വിസിൽ പോടും. ഞാൻ ബാക്കിൽ ഫ്രണ്ടിരിക്കണം. ഫ്രണ്ടിരിക്കാം. ഓക്കെ, ഞാൻ ഫ്രണ്ടിരിക്കാം. ബാക്കിൽ വാണി മാത്രമല്ല ഒറ്റയ്ക്ക്. വാണി കമ്പനിക്ക് ആരുമില്ല. വൈശു ഉണ്ട്, വൈശു ഉറക്കത്തിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ മാർത്താണ്ഡം പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പാലത്തിന് നടുക്കായിട്ട് വലിയ ഹോള്. അമ്മോ, ഒരു ബൈക്ക് അകത്ത് കയറി താഴോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ആ ലെവലുള്ള ഹോളായിരുന്നു. ഇപ്പോൾ അതൊക്കെ അടച്ച് മൂടിയാണ് പറഞ്ഞത് അല്ലേപ്പാ? ശരിയാക്കിയില്ലല്ലോ ഹോളൊക്കെ. ഇനി കുഴപ്പമില്ല. എവിടെയാണ് വേറെ ഹോൾ? കറക്റ്റ് അറിയാൻ എവിടെയാണെന്നുള്ളത്. ഓ, സത്യം പറഞ്ഞാൽ ഈ പാലമൊക്കെ പണിയുമ്പോഴേ നല്ലപോലെ പണി ചെയ്യുന്നിങ്ങനെ വരില്ല അല്ലേപ്പാ? എല്ലാം തട്ടിക്കൂട്ട് പണികളായിരിക്കും. ഇത്രയും പുതിയ പാലത്തിനൊക്കെ ഈ ഗതിയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. എത്രയോ വർഷങ്ങളായിട്ട് ചില പാലങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് ഒരു കുഴപ്പമില്ലാതെ. ഇതാണ് നമ്മളെ ഗവൺമെൻറ് അല്ലേ? ഇത് നമ്മളെ ഗവൺമെൻറ് അല്ലേ, തമിഴ്നാട് ഗവൺമെൻറ് അല്ലേ? ഇപ്പോൾ തട്ടിക്കൂട്ട് പണി ചെയ്യാൻ പാടില്ല. അത് ജനങ്ങളുടെ ജീവൻ ആപത്തായിട്ട് മാറും. നല്ല വശപ്പെട്ടാൽ ഭയങ്കര വശപ്പ്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വലിയ ആഹാരമൊന്നുമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് മാത്രം കഴിച്ചാൽ ചോറ് മീൻകറി വെച്ച്. ഇപ്പോൾ എല്ലാം കൂടെ ബോഡി കംപ്ലീറ്റ് ഡാമേജ് കിടക്കുകയാണ്. വേറെ ഒന്നുമില്ല, എനർജി ഇല്ല സത്യം പറയാലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി നല്ല വൃത്തിയായി കഴിക്കണം പോയി. അപ്പോൾ എന്തായാലും പോകുന്ന വഴി ചായ കുടിക്കണം. അപ്പം എന്തായാലും ബിസ്ക്കറ്റ് ഉണ്ട്, ക്രാക്ക് ചാക്ക് ബിസ്ക്കറ്റ്. ഇത് കഴിച്ചുകൊണ്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ യാതൊരു കാര്യം വിശന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി വേറെയാണ് അല്ലേ? അതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾ ഏതൊരു ആഹാരം വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല. എല്ലാ ആഹാരവും മുഖ്യത്വം കൊടുക്കണം. വിശപ്പുണ്ടെങ്കിൽ ഏത് ആഹാരവും സൂപ്പറായിരിക്കും. ഓക്കെ. അപ്പോൾ ചായ കുടിച്ചിട്ട് പോവാം. ചായക്കടത്തിലുണ്ട് നല്ലൊരു ചായക്കട. വണ്ടി ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ചായ കുടിച്ചിട്ട് അപ്പോൾ കമോൺ ഗൈസ്, നോക്കി ഒതുങ്ങിപ്പോൾ ഹൈവേ ആണ്. ഇതാണ് ചായക്കട, മകിഴ്ചി ടീ പാർക്ക്. പോമാ. അപ്പോൾ ലേഡീസൊക്കെ ഇവിടെ ഇരിക്കട്ട് നമുക്ക് അവിടെ പോയി അഞ്ഞിട്ട് വാ. சரி கோபியா சொல்லு. சும்மா நான் மட்டும் பேசிட்டு இருக்கேன். ரொம்ப சோளா அது ചോദിക്കാം. அப்புறம் எப்படி இருக்கு ட்ரிப்பு பற்றி? சூப்பராக ஆச்சா? ஒரே படிப்பு வீடுன்னு இல்லை, அப்படி வாழ்க்கை போயிட்டு இருந்தது. இப்போ கொஞ்சம் நல்லா சூப்பராக போகுது என்ன?
എല്ലാം ഇട്ടിതാ ആട്ടിട്ട് உனக்கு என்ன வேணும்? டீயா காஃபியா ஹார்லிக்ஸா பூஸ்டா பாலா தண்ணியா? எனக்கு காஃபி. காஃபியா? காஃபி கிடையாது. இல்ல காஃபி உண்டு. டீக்கல்ல எப்படி காஃபி? காஃபி இல்லையா சொல்லிட்டாங்க. வேற யாராவது கேளு. வேறயா? நான் அப்பா இந்தா போய் பணங்கி போய் சின்ன பீஸ் எவ்வளோ வரும்? 6 டீ ஒன்று வித்தவுட் 6 டீ ஒன்று வித்தவுட் 6 ചായ അല്ലേ? ആ അല്ല ഒന്ന് ശരി ശരി 6 ടീ. അപ്പോൾ ഓക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര 6 ചായ അല്ലേ? 6 ചായ 4 കടിയാ 1 2 ഇപ്പോൾ മൊത്തം കഴിച്ചത് 6 ചായ 5 കടിയാണ്. എമൗണ്ട് എത്ര കൂടെ ഞാല കൊടുത്തത് മാമനാണ്. ചോദിക്കാൻ പറ്റില്ല പോയത്. ഓക്കെ ഫൈനുണ്ട് സൂപ്പറല്ലേ? കൊള്ളാം അല്ലേ? പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ ട്രിപ്പായിട്ട് ഒരു മൂഡ് വന്നില്ല. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അല്ല കുഴപ്പമൊന്നുമില്ല. പോട്ടാമാ ഓക്കെ ഓക്കെ ബൈ. ഇവിടെ നമ്മളെ കൂടെ ഉണ്ടായിരിക്കോ? ஒவ்வொருத்தரும் அங்கேருந்து வந்துருவாங்க. அந்த கையில் யாருமே இருக்கு. ചായ കുടിച്ചില്ലേ? വട കഴിച്ചു ഒന്നും കഴിച്ചില്ലേ? ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ക്രാക്ക് ജാക്ക് ഉണ്ട്. വേണോ? ഇവിടെ ഉണ്ടല്ലോ. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് இருக்கலாம். கொடு தருவா. നിങ്ങൾ പോട്ടാ പകാറിലോട്ട്. அப்போ கொஞ்ச நேரம் கழிச்சு இங்க வாங்க. ലൈഫ് അടിച്ച് പൊളിക്കണം. நீங்க ரெண்டு பேரும் இங்க வாங்க. நான் அங்க போறேன். நானும் கோபி அங்க போறேன். நீங்க ரெண்டு இங்க வந்துருங்க. ശരിയോ? ലൈഫ് അടിച്ചു ഇടയിൽ ചുരുട്ടിയായിരുന്നു അടിക്കടി. അപ്പം നല്ല ആക്റ്റീവ് ആക്കാൻ முடியும். ഓക്കെ ബൈ. അപ്പോൾ അങ്ങനെ ലൈഫ് അടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. നമ്മൾ ഇതൊക്കെ തന്നെ അടിച്ച് പൊളിക്കണം അല്ലേ? ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകണത് വേറെ എന്തോ അത് വേണമല്ലേ? ഓക്കെ പോന്നാ. അപ്പോൾ കാറി കയറിയിട്ടുണ്ട് പഴയ പോലെ. ചായ കുടിച്ച് കഴിഞ്ഞ് ഇനി നേരെ കാപ്പി കുടിക്കണ്ടേ? മണി ഇപ്പോൾ കാര്യം 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 10-10:30 മണിയാവൂലേ? ഇവിടെ നിന്ന് തിരുനെല്ലി കറക്റ്റ് 88 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ഷവർമ. സൊമാറ്റോ വ്ളോഗല്ല, ഫാമിലി വ്ളോഗാണ്. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം എടുക്കും എന്തായാലും എത്താനായിട്ട്. അപ്പോൾ സൂപ്പർ വൈബ് കേട്ടോ, ഒരു രക്ഷയില്ല. രാത്രി പറഞ്ഞില്ലേ, രാത്രി കാർ റൈഡ് എന്ന് പറയുന്നത് കാറായാലും ബൈക്കായാലും പ്രത്യേക ഫീലാണല്ലേ. അതൊക്കെ പോകുമ്പോഴേ അറിയുള്ളൂ. അത് ഫാമിലി ആയിട്ട് പോകുന്നത് വേറെ ലെവൽ ഫീലാണ്. ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് ചായ കൊള്ള കുഴപ്പമൊന്നുമില്ല, നല്ല ചൂട് ചായയാണ്. വട കുറച്ച് തണുത്ത് പോയി. ഇപ്പോൾ ഞാനൊരു ബജ്ജി കഴിച്ചായിരുന്നു, ബാക്കിയുള്ളവർ കേക്ക് കഴിച്ച്. കേക്കും കൊള്ളാം, ബജ്ജി കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. തണുത്ത് പോയി അത്ര, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഫാസ്റ്റായി ചാർജ് ചെയ്യണം എന്തായാലും, കാരണം നമ്മളെ അക്കൗണ്ടിൽ പൈസ ഇല്ല. അപ്പോൾ എന്തായാലും നാഗനേരത്താൻ നേരത്ത് ഫാസ്റ്റാഗിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പം ഡബിൾ പൈസ അടക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാർജ് ചെയ്തേക്കാം. ഓക്കെ ആ സൂപ്പർ പാട്ടല്ലേ? ഇതുപോലത്തെ പാട്ടുകളുടെ റൈഡ് പോകണം അല്ലേ രാത്രിയൊക്കെ? നല്ല പാടല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോൾ ഗേറ്റിനെ പിടിച്ച പേയ്മെൻറ്റ് മെസ്സേജ് വന്നിട്ടില്ല, വരുമായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ ഇട്ടായിക്കണ്. നേരെ മാത്രമല്ല വെളിച്ചമുണ്ട്. നമ്മളങ്ങനെ നാഗനേരി ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയി പൈസ അടച്ചിട്ട് പോകേണ്ടത്. ഫാസ്റ്റാഗ് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ എടുത്തുള്ള അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ നേരത്തെ പേയ്മെൻറ്റ് 40 രൂപയാണ്. കൊള്ളാലോ, പേയ്മെൻറ്റ് കുറവ് നേരത്തെ കേട്ടോ. ഇവിടെ എന്തായാലും 120 രൂപ കേട്ടോ. ഇവിടുത്തെ ടോൾ ഗേറ്റ് ഇത്തിരി പൈസ കൂടുതലാണ്. ഓരോ ടോൾ ഗേറ്റ് ഓരോ പേയ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും 120 തൊട്ട് ഒരു 150 ആവുമായിരിക്കും അല്ലേ? ഓക്കെ ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒറ്റ സെക്കൻഡ് തന്നെ സ്കാൻ ചെയ്യും, പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് പോകും, പിന്നെ നേരെ പോകാൻ തന്നെ. ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ, ടോൾ ഗേറ്റ് അടുത്തായിട്ട്. ടോയ്ലറ്റ് പോകണമെങ്കിൽ പോയിട്ട് പോകാം. ഓക്കെ വണ്ടിക്ക് റെസ്റ്റ്, നമുക്ക് റെസ്റ്റ് എന്തോ വണ്ടിയിൽ നിന്ന് നമ്മൾ പോകണം അല്ലേ? വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓക്കെ നമുക്ക് കുറച്ച് നിൽക്കാം അവിടെ. എന്തായാലും അവർ വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ചുമ്മാ നിൽക്കുകയാണ്, സമയം പോകാത്തതുകൊണ്ട് വണ്ടി ഒതുക്കിയിട്ടല്ലേ നിൽക്കുകയാണ്. പിന്നെ നേരെ വീട്ടിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകണം അല്ലേ? ഈ നൈറ്റ് റൈഡൊക്കെ എൻജോയ് ചെയ്യണം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളെ നോക്കിയിട്ട് സൂപ്പർ അല്ലേ? അടിപൊളിയായിട്ട്. എയർപോർട്ട് വിളിക്കണല്ലേ? റോഡ് ഉണ്ടാ, ഇത് വലിപ്പം കണ്ട, സൂപ്പർ ഫീൽ, ഒരു രക്ഷയില്ല. പിന്നെ ഒരു രക്ഷയില്ലല്ലേ? എങ്ങനെയുണ്ട് പറ, മലയാളത്തിൽ പറ, ചൊല്ലേ സൗണ്ട് വர மாட்டேங்க. சரி தமிழ்ல பேசு. எங்கூட வரையா கார்ல? எங்கூட கார்ல வரையா? சூப்பராக இருக்கும். இல்லை ஏசியில் பயங்கர கூலிங்காக இருக்கும், போகிறதே தெரியாது, காருக்குள்ளே இருக்காமல் இருக்காது, பறக்கிற மாதிரி இருக்கும் பிளைனில். என்னத்தே? அதனால என்ன பண்ணுறீங்கன்னா, அதனால நீங்கள் எல்லாரும் சேர்ந்து எங்கள் காரில் வாங்க, நாங்களே சேர்ந்து உங்கள் காரில் வரோம். எங்கள் வண்டி தான் முன்னாடி வந்து பார்த்தியா ஃபஸ்ட்டு, நீங்கள் தான் செகண்டு, நாங்கள் தான் ஃபஸ்ட்டு. நாங்கள் ஜெயிச்சிட்டோம்.
ஃபைனலா எங்க இருக்கோ அந்த மக்களே இதை நம்பாதீங்க, இவங்க போய் சொல்றாங்க. இப்போ யார் வண்டி முன்னாடி இருக்கு? எங்க வண்டியா முன்னாடி இருக்கு? அங்கே தான் ஜெயிச்சோம். அப்போ முன்னாடி தான் ஜெயிச்சவங்க. பின்னாடி முன்னாடி தான் ஜெயிச்சாங்களா? முண்டிட்டு கொத்த ஓடி முண்டிட்டு வந்தாங்க. மக்களே நாங்க வெயிட் பண்ண எங்களுக்கு இல்ல அது நம்பாதீங்க. போட்டின்னு வந்துட்டா யார் முன்னாடி வராங்களோ அவங்க ஜெயிச்சாங்க. அது எப்படி வேணாலும் ஜெயிக்கலாம். இல்ல இப்போ நம்பாதீங்க. ஆமை முயலும் போட்டியில் யார் ஜெயிச்சா? ஆமை ஜெயிச்சாங்க. எப்படி முயல் வந்து தூங்கிட்டு இருந்தது வரும்போது, அதே மாதிரி நீங்கள் தூங்கிட்டு இருந்தீங்க போட்டோக்கு அந்த பக்கம், நாங்கள் ஜெயிச்சிட்டோம். எப்படி? மக்களே நாங்க பாவம் பார்த்து இறக்க பார்த்து இவங்களுக்கு வெயிட் பண்ணனால தான் எங்க ஜெயிச்சாங்க. அதெல்லாம் தெரியாது. நாங்கள் ஜெயிச்சாச்சு. எங்களுக்கு வந்து ஜெயிச்சதுக்கு ப்ரைஸ் வந்து கார் வேணும் எங்களுக்கு, அவ்வளோதான். காரா? வீட்டுக்கு வாங்க, என்கிட்ட நிறைய பொம்மை கார் இருக்கு, அதில் ஒரு கார் தரேன். இதெல்லாம் ரொம்ப நக்கலாமா? அப்படியா? இந்த பொம்மை காரை போகும் எங்களுக்கு. சரி போமா, டைம் ஆகிட்டு. ஓகேம்மா போ. வேற எங்கேயா வண்டி போமா? யார் வீட்டுக்கு போனால் போர் அடிக்க, வேற எங்கேயாச்சும் போமா? வேற எங்கே போவேன்? அப்படி எங்கேயா போவோம்? மதுரை. சரி கோபி, அதை சொல்லு. நான் மட்டும் பேசியிருக்கேன் ரொம்ப நேரமாக. நீங்கள் ஏதாவது பேசுங்க இப்போ ஏதாவது. அடிச்சு போடுங்க. அது சொல்லியாச்சுல, வேற ஏதாவது போமா. கிளம்பி சமயம் டைம் ஆகிட்டல, போ. ஓகே ക്വിക്ക് ഓക്കെ കാറി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം കാശ്, അത്ര തന്നെ. ഇതല്ലാതെ വേറെ എന്ത് പറയാനല്ലേ, ഒന്നും പറയാനില്ല. ഓക്കെ, ഇനി തിരുനെൽവേലി ഇവിടെ നിന്ന് കറക്റ്റ് 28 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 10 മണി ആവാറായി. നമ്മൾ പോകേണ്ടത് തിരുനെൽവേലി KTC നഗറിലാണ് പോകേണ്ടത് കറക്റ്റായിട്ട്. തിരുനെൽവേലി ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 20 കിലോമീറ്റർ ദൂരം വരും. KTC നഗർ വന്നിട്ട് 7 കിലോമീറ്റർ എക്സ്ട്രാ വരും. സംഭവം സൂപ്പർ ഫീൽ കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് എന്ത് പറയാം, ലൈഫിൽ നമ്മൾ കിടന്ന് ജോലി വീട് ഓടി ഒരുപാട് തളർന്നു പോയി, സത്യം പറയാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ട്രിപ്പ് പോകുമ്പോൾ മാത്രമാണ് മനസ്സിന് ഒരുപാട് ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്ക് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ ഒരു ബോറടിച്ച് പോകും. ഓക്കെ, നമ്മളങ്ങനെ ഹൈവേ നിന്ന് സൈഡ് റോഡ് കയറ്റിട്ടുണ്ട്. സർവീസ് റോഡല്ല, സിറ്റിയിലോട്ട് പോകുന്ന റോഡ്, തിരുനെൽവേലി സിറ്റിയിലോട്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട് KTC നഗർ എത്താനായിട്ട്. ഇതാണ് നമ്മളെ നാട് അല്ലേ, തിരുനെൽവേലി, അമ്മയുടെ നാട്. ഇവിടെ വരുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്, എന്താ പറയുക, നൊസ്റ്റോളജി ഫീലാണ്. പഴയ ഓർമ്മകളൊക്കെ വരും. സൂപ്പറാണല്ലേ. എല്ലാവർക്കും അങ്ങനെയാണല്ലേ, അമ്മയുടെ നാട്ടിലേക്ക് പോകുമ്പോഴേ നമുക്ക് അവിടുത്തെ കൂട്ടുകാരും അവിടുത്തെ ഒരു കാലാവസ്ഥ, അവിടുത്തെ ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ പ്രത്യേക ഒരു വൈബാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോയി ഒന്ന് എൻജോയ് ചെയ്യണം അല്ലേ. ഇരിക്കണ ഒരു ലൈഫല്ലേ ഉള്ളൂ, അടിച്ച് പൊളിക്കണ്ടേ അല്ലേ. Come on guys. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് വേറെ ഒന്നുമില്ല, അവിടെ കാപ്പി വാങ്ങാൻ പോയിരിക്കുകയാണ്. പൊറോട്ട സാലനായിരിക്കും മിക്കവാറും. നല്ല സാലനയുടെ മണം, സൂപ്പറാണ്. ഇവിടുത്തെ പൊറോട്ട സാലന നമ്മളവിടെ പോലെ ഇല്ല. ഈ സാലന എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഗ്രേവിയാണ്. വെറും പൊറോട്ട ഗ്രേവി മതി, സൂപ്പറായിട്ട് കഴിക്കാം, അടിപൊളിയായിട്ട്. പിന്നെ മുട്ട ഓംപ്ലേറ്റ്, വേറെ ഒന്നും വേണ്ട. പിന്നെ ചിക്കൻ പൊരിച്ചതും കരിച്ചതൊക്കെ സൈഡ് ഡിഷ് അല്ലേ, അത് വേണമെങ്കിൽ വാങ്ങിയാൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെറും പൊറോട്ട സാലന സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, നമ്മളങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പൊറോട്ട ഇറച്ചി വാങ്ങിച്ചത്. നാട്ടുകോഴി ഫുഡ് പാർക്ക് അല്ലേ, നാട്ടുകോഴി ഫുഡ് പാർക്ക്, ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഇവിടെ ലെഫ്റ്റ് ആപ്പാ. ഈ സ്ഥലത്തിൻ്റെ പേര് ഹൈ ഗ്രൗണ്ട് എന്നാണ് പറയേണ്ടത്. ഹൈ ഗ്രൗണ്ട് പഴയ പേരുകളാണ്. പണ്ട് ഇവിടെ കുറേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, കുറേ ഹൈ ഗ്രൗണ്ടുകൾ. ഇപ്പോൾ എല്ലാം വീടുകളായി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എത്താറായി ഏകദേശം. ഓക്കെ, നമ്മളങ്ങനെ KTC നഗർ എത്താറായി. ഇവിടെയൊക്കെയാണ് നമ്മൾ പണ്ട് താമസിച്ച സ്ഥലം. അതൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മയൊക്കെ കാണും. ഇവിടുത്തെ കൂട്ടുകാരന്മാരൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അവരെ വീട്ടിൽ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. പഴയ കമ്പനി കേട്ടോ, ഡൗട്ടായിരിക്കും. വേണമെങ്കിൽ പോയി മീറ്റ് ചെയ്യണമെങ്കിൽ മീറ്റ് ചെയ്യാം, വേണ്ടല്ലേ. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇതാർക്ക് പറഞ്ഞ ആൾ പുതുമനൈ പുതുവിഴായ പുതിയ വീട് വെച്ചാൽ പുതിയ വീട് പാല് കാച്ചതിൻ്റെ വിഴായാണ്. ഇവിടെയൊക്കെ ഫ്ലക്സ് ഒക്കെ അടിക്കട്ടെ, നമ്മളവിടെ പോലെ ഒന്നുമില്ല. സൂപ്പർ. റോഡ് മോശമാണല്ലോ ഇവിടുത്തെ ഭയങ്കരമായിട്ട് അല്ലേ. അപ്പോൾ ലൈറ്റ് ഓഫ് എന്ത് പറ്റി? മൈ ഗോഡ്, ഹെഡ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ലൈറ്റ് ഓൺ ആയി. ഇതൊക്കെ നമ്മളെ സെറ്റപ്പാണ്, മനസ്സിലായ. CID മൂസിലെ കാറാണ്. ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചില സംഭവിക്കും. അതൊന്നും കാര്യമാക്കാൻ പാടില്ല. ഓണായി ഓഫായി. എന്തായാലും വിടത്തറ കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അതായത് ഒരു കട്ടർ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും, പിന്നെ അടുത്ത കട്ടർ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. അത്ര തന്നെ സിമ്പിൾ. അതൊക്കെ ഓട്ടോമാറ്റിക് ഓണായി ഓഫ് ആവും, നമ്മൾ കാര്യമാക്കാൻ പാടില്ല. കുറച്ച് പണിയൊക്കെ കൊണ്ട് എന്തായാലും ചെയ്യണം, പൈസ എടുക്കണം അല്ലേ. ഓക്കെ, നമ്മൾ ഇവിടത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മാമൻ്റെ വീട്. ഇപ്പോൾ ഇവിടെ ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പണ്ട് ഷീറ്റൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ ഓപ്പൺ ആയിരുന്നു. ഫുൾ ക്ലോസ് ആയിട്ടാ. വണ്ടി ഒതുക്കിയിട്ട് അകത്ത് പോവാം അല്ലേ. എല്ലാം ഉണ്ട്, നോക്കിയോ. சரி, நாங்கள் ஊருக்கு போட்டா டாட்டா. நாங்கள் உங்களை கொண்டு ஆக்க தான் வந்தோங்க. நாங்கள் உங்களை கொண்டு ஒழுங்கா யூடியூப்ல எடுத்து போஸ்ட் பண்றீங்க. அதெல்லாம் முடியாது, எல்லாம் delete பண்ணிடுவேன். எங்களோட ஃபேஸ் மட்டும் தான் வீடியோல இருக்கும், உங்க ஃபேஸ்லாம் இருக்காது. இல்ல, எங்க ஃபேஸ் எங்க வீடியோ எல்லாம் இருக்கணும். உங்க இதுல பாஸ் பண்ணி அவனை போட்டு பாடாப்படுத்து. அவன் மகா ஐடியா அவனை பாடாப்படுத்து. அவன் பாசாம இருக்கான். ஓகே, இதான வீடு. நெட் போட்டிருக்கு. பூனை யாரும் பூனை நாயெல்லாம் இருமோ?
സേഫ്റ്റി തന്നെ വിളാടതിക്കണേ. അപ്പോൾ ഇവിടെയാണ് കാർ പാർക്കിംഗ്. ഇവിടെയൊക്കെ നെറ്റ് അടിച്ചിട്ടുണ്ട് സൂപ്പറായിട്ട്. വേറെ ഒന്നുമില്ല, നെറ്റ് അടിക്കാൻ മെയിൻ കാരണം ഇവിടെ നിന്ന് നമുക്ക് പിന്നെ കളിക്കാം, അല്ലെ ക്രിക്കറ്റോ ഷട്ടിലോ ഫുട്ബോളോ കളിക്കാം. നമുക്ക് അങ്ങനെ കളിക്കാൻ നേരത്ത് നമുക്ക് വന്നിട്ട് ബോൾ വെളിയിൽ പോകില്ല. അതിനുവേണ്ടിയാണ് നെറ്റ് അടിച്ചത് മാമൻ പറഞ്ഞത്. ചൂട് കുറവേണ്ട, കുഴപ്പമില്ലല്ലേ, ரொம்ப ഹീറ്റില്ല. പി ലക്ഷ്മി മഹാരാജൻ BSc LLB രണ്ട് ചെന്നിരിക്ക. ആ ലഗേജ് എടുത്തില്ല, മറന്നുപോയി. വീട് കാണിക്കുന്ന ആ തിരക്കിൽ ലഗേജ് എടുക്കാൻ മറന്നുപോയി. ഓക്കെ, നമ്മളതിന് വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 11:30 മണിയായിട്ടുണ്ട്. അപ്പോൾ GoPro ചാർജ് ഓഫായി, അതുകൊണ്ട് മൊബൈൽ ക്യാമറ എടുക്കുകയാണ്. ഇപ്പോൾ കാപ്പി പിടിക്കാം, എല്ലാവരും കാപ്പി പിടിക്കുകയാണ്. ഹായ്, അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ പൊറോട്ട, സാൾന, ചിക്കൻ പൊരിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പറാണ് ഇവിടുത്തെ പൊറോട്ടയും സാൾനയും. കഴിക്കാം, ഇന്നൊക്കെ ഒരു പൊട്ടി. എല്ലാവരും വാങ്ങ, ആൾവൈസ് വെൽക്കംസ് യു. சரி, நீ சொல்லு ஏதாச்சும். சிக்கன் எப்படி இருக்கு? சூப்பரா இருக்கா? சிக்கன் யாரும் தரல. சிக்கன்லயே அரைச்சு எனக்கு ஒரு சிக்கன் போறாது, ஒரு 10 சிக்கன் வேணும். ஒரு சிக்கன் எவ்வளோடா? 10 சிக்கன் வேணுமா? அப்பனா நானும் ஒரு சிக்கன் தான் சாப்பிடுறேன். எனக்கு 10 சிக்கன் தாங்க. நீ சின்ன பையனா பெரிய பையன்ல? சின்ன பசங்களுக்கு தான் பரவாயில்ல, யாருக்கு அப்புறம் தான் பெரியவங்க. ஆளு பயங்கர வாயாண்டா ஐஸ்வர்யா போல. എടുത്ത് ഇതൊന്നും നീ തന്നു, കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. നീ കഴിച്ചാ? ഇഷ്ടപ്പെട്ടാ ചിക്കൻ? എങ്ങനെയുണ്ട്? ചുമ്മാ കഴിക്കാം, നല്ല വിശപ്പുണ്ട്. ഗ്യാസ് വരെ വൈറ്റാകും. അപ്പോൾ എപ്പോഴും പറയാൻ പോലെ തന്നെ ഒരു വലിയ പീസ് പൊറോട്ട എടുക്കുക, എന്നിട്ട് ഗ്രേവിയിൽ മുക്കുക, എല്ലാം മുക്കി കുളിപ്പിച്ചിട്ട് ആ ഒരു പീസ് പൊറോട്ട എടുത്ത് ഇതങ്ങനെ എടുത്ത് സൂപ്പർ ചിക്കൻ ഫ്രൈ സാമ്പാർ പൊളി, ഒരു രക്ഷ അടിപൊളിട്ടാ. ഞാനുണ്ട്, ഇഷ്ടപ്പെട്ടാ? കൊള്ളാം. അപ്പോൾ എന്ത് ചെയ്യാം, വേറൊന്നും പറയാനില്ലോ. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം വീഡിയോ. ശരി, നമ്മൾ കഴിച്ചിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, ഇല്ല കഴിച്ചിട്ട് എന്ത് ചെയ്യാം, കഴിച്ചിട്ട് എല്ലാവരും ചേർന്ന് ഒന്നും ചെയ്യാം, പിള്ളേരെ ചേർന്ന്. ஓகே, அப்போ சாப்பிட்டு முடிச்ச பிறகு நீ கோபி அப்புறம் மைசூர் எல்லாரும் சேர்ந்து ஒன்றா வந்து லைஃப் அடிச்சு போயிட்டு കഴിച്ചിരിക്കാം. ഓക്കെ ശരി. ഓക്കെ, അങ്ങനെ കാപ്പിടി കഴിച്ചോണ്ട് പൊറോട്ട ഇറച്ചി കഴിച്ചാലും സൂപ്പറല്ല, വേറെ തന്നിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായി? 12 പോകും. അപ്പോൾ കുറച്ച് സംസാരിച്ചിട്ട് എവിടെ പോണേ? ഇവിടെ നില്ലേ, എവിടെ കയറില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെല്ലാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെന്താ പറയാനുണ്ടാ? சொல்லு நீ பார்க்க முடிக்க. சரி, நீங்க சொல்லலாம். சூப்பர் சொல்லலாம். சரி, நம்ம கோகுல் வந்து எதாவது പറയും. கமன் கோகுல், டெல் மீ, கமன் பேலு. இல்லை சொன்னேன், நீ கொஞ்சம் மட்டும் என்ன சொன்ன, நான் தான் எண்ட் பண்ண சொன்னேன், நீ எண்ட் பண்ணு. இந்த வீடியோ பிடிச்சதுன்னா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, கமெண்ட் பண்ணுங்க, சூப்பர், முக்கியமா சப்ஸ்கிரைப் பண்ணுங்க. அப்போ கடைசி டயலாக் வந்து என்னன்னா, வாழ்க்கையில் என்ன கஷ்டம் வந்தாலும் நஷ்டம் வந்தாலும் ஒவ்வொரு நிமிஷம் லைஃப் வந்து அடிச்சு பிடிக்கணும். காரணம் ஒரு லைஃப் தான் இருக்கு. அப்போ லைஃப் அடிச்சு பிடிக்கணும். காய்ஸ் சொல்லுவியா? சொல்லு பாப்போம், சொல்லு. லைஃப் அடிச்சு பிடிக்கணும், வாழ்க்கையில லைஃப் அடிச்சு பிடிக்கணும். சரி, ஒண்ணா சொல்லுவா ചന്ദ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്നാ പറയാൻ പോയാണ്, തമിഴിൽ പറയാൻ പോണ പ്രാവശ്യം. അപ്പൊ வாழ்க்கையில என்ன கஷ்டம் வந்தாலும் நஷ்டம் வந்தாலும் ஒவ்வொரு நிமிஷம் லைஃப் அடிச்சு பொழிக்கணும். காரணம் இருக்கிறது അവിടെ പോയി പറ. അപ്പൊ இருக்கிறது ஒரு லைஃப் தான். அப்ப லைஃப் அடிச்சு பொழிக்கணும். गाइस கம் ஆன் गाइस, கரெக்டாக நிக்கணும். வா 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 வா, யாருமே சொல்ல மாட்டேங்க, நான் தான் சொல்லிட்டு இருக்கேன். ஒന്നിச்சு പറ. அப்ப லைஃப் அடிச்சு பொழிக்கணும். गाइस கம் ஆன் गाइस, கரெக்டாக நிக்கணும். சரி, ஓகே, இதுங்க இந்தியா பറ്റും. நாளை நல்ல ஃபார்ம் ஆகணும், நாளைக்கு நல்ல ஃபார்ம்ல இருக்குல்ல. ஓகே, இன்னைக்கு ஒரு கேமரா ஃபீல்லாம் இருக்கும். ஓகே, டாடா, பை பை, see you. டாடா.